നമസ്കാരം. ലളിതാ സഹസ്രനാമം ചർച്ചയിലേക്ക് സ്വാഗതം. 913 നാമം സർവ ആപത്തി നിവാരണയാണ് ഇത് നമുക്ക് ചർച്ച ചെയ്യാവുന്നത്. സർവ ആപദ്വി നിവാരണ, എല്ലാ ആപത്തുകളെയും നിവാരണം ചെയ്യാൻ കഴിവുള്ളവൾ. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം തൽസ്മരണം കിം കുര്യതേ ബ്രഹ്മാദീനാമപി കിങ്കരീകുരുതാം. എന്താ ദേവിയെ സേവിച്ചാലുള്ള ഗുണം? ബ്രഹ്മാദികൾ പോലും ദേവിയെ സേവിച്ചിട്ടാണ് തങ്ങളുടെ ധർമ്മത്തെ നിർവഹിക്കുന്നത്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. അവരുടെയൊക്കെ ശക്തി എന്ന് പറയുന്നത് ദേവിയാണ്. സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ദേവിയാണ്, സ്രോതസ്. പാപത്തിൽ എന്താ ചെയ്യുക? സ്മരണീയം ചരണയുഗളം അമ്പായാം. ഒന്ന് വീണാലോ കാല് തെറ്റിയാലോ ഒരാപത്ത് വരുമ്പോഴൊക്കെ അമ്മേ, ആ അമ്മേ വിളിക്കുന്നതാണ് അമ്മ, സാക്ഷാത് ജഗദീശ്വരി. അല്ല, എൻ്റെ അമ്മ ആയിക്കോട്ടെ, എൻ്റെ അമ്മയും ജഗദീശ്വരി തന്നെയാണ്. ആ പരാശക്തിയുടെ പ്രത്യക്ഷ രൂപമാണ് മാതാവ്. തിരുമേനിക്ക് അറിയാഞ്ഞിട്ടാന്ന് പറയും. അല്ല, തീർച്ചയായിട്ടും മാതാവിന്റെ മനസ്സിലെ ഉറവ് നമ്മൾ തിരിച്ചറിയാതെ പോവാണ്. കുറെ ഫ്രസ്ട്രേഷൻസ്, നൈരാശ്യം ഉണ്ടാവും വ്യക്തികൾക്ക്. ആ നൈരാശ്യം തനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, തനിക്ക് സ്വാതന്ത്ര്യമുള്ള ആൾക്കാരുടെ അടുത്താണ് പ്രകടിപ്പിക്കാൻ സാധിക്കുക. അപ്പൊ ചിലപ്പോൾ അമ്മ നമ്മളോട് കുറച്ച് മോശമായിട്ടൊക്കെ സംസാരിക്കും. അത് അമ്മയുടെ ജീവിതത്തിൽ അമ്മ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നൈരാശ്യത്തെ മറ്റാരോടും പ്രകടിപ്പിക്കാനില്ലാത്തതുകൊണ്ട്, മറ്റാരോടും പ്രകടിപ്പിച്ചാൽ അവരത് വകവെക്കില്ല. കാരണം അവർക്കത് പ്രശ്നമല്ല. അപ്പൊ സ്വാതന്ത്ര്യമുള്ള, മനസ്സിലാക്കുന്ന, അതിനെക്കുറിച്ചൊരു ബോധം വരുന്ന ആൾക്കാരെല്ലാം പ്രകടിപ്പിക്കും. മക്കളായാലും ബന്ധുക്കളായാലും ഭർത്താവായാലും ഒക്കെ. അപ്പൊ നൈരാശ്യത്തെ പ്രകടിപ്പിക്കുന്നതാണ് കോപമായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെ അത് നമ്മൾ വകവയ്ക്കാതെ വരുന്ന നൈരാശ്യം വർദ്ധിച്ച് വരും. അല്ലെങ്കിൽ നമ്മളത് തിരിച്ച് നെഗറ്റീവായിട്ട് പ്രതികരിക്കുമ്പോഴും ആ നൈരാശ്യത്തെ പിന്നെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അസഹനീയാവും. നമുക്കും അങ്ങനെ അങ്ങാടി തോറ്റ അമ്മയോട് എടുക്കാന്നാ പറയാം. അമ്മയുടെ അടുത്ത് അമ്മ തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് അറിയുന്നുണ്ട്. അപ്പൊ നൈരാശ്യം പ്രകടമാക്കാൻ അവർക്ക് വേറെ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പൊ ചിലപ്പോ മോശമായിട്ടൊക്കെ പെരുമാറിയിരിക്കും. അത് ആക്ച്വലി അവർ മോശമായിട്ടല്ല, അത് ജീവിതം അവരങ്ങനെ, അവരുടെ നിരാശകൾ അവരെ അങ്ങനെ ആക്കണതാണ്. ഉള്ളിലും ഏതമ്മയ്ക്ക് ആ ഉള്ളിൽ അമ്മയുടെ ഉറവ് തീർച്ചയായിട്ടുണ്ട്. അമ്മ ആയതിനു ശേഷം ആ അമ്മ എന്നുള്ള വികാരം ഉള്ളിലുണ്ടാവുമ്പോഴും, ഗർഭം ധരിക്കുമ്പോഴും ഗർഭിണിയായിരിക്കുമ്പോഴും ഒന്നും അല്ല ശരിക്കും അമ്മയുടെ ഉറവുണ്ടാവുക. ഗർഭിണികൾക്കൊന്നും അമ്മയുടെ സ്നേഹം ഇല്ലാന്നല്ല, അമ്മയുടെ സ്നേഹം ആ ഉദരത്തിലുള്ള കുട്ടിയോട് ഇല്ലാന്നല്ല. പക്ഷെ ശരിക്കും ആ കുട്ടി ജനിച്ച് പാല് കുടിച്ച് കളിച്ച് അമ്മയെന്ന് വിളിച്ച് അങ്ങനെയൊക്കെ വരുമ്പോ ആ സ്നേഹം വർദ്ധിച്ച് 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 പിരിയാനാവാത്ത പോലെ ആവുകയാണ് ചെയ്യും. അപ്പൊ അതങ്ങനെ ഓരോ നാളും ആ സ്നേഹം വർദ്ധിക്കുക ചെയ്യും. ഇപ്പൊ സർവ്വ ആപദ്യ നിവാരണം, എന്താപത്ത് വന്നാലും അമ്മയെ നോക്കെ സ്മരണീയം ചരണയുഗളം അമ്പായാം. ഇപ്പൊ കർക്കിടക മാസമാണ്, രാമായണ മാസമാണ്. ഈ കർക്കിടക മാസത്തിൽ വളരെ പ്രധാനമാണ് ഗണപതി ഹോമം, ദേവീ നിഷേക, ഗണനാഥ ഹോമം. ആപന്നിവൃത്തിൻ ധനധാന്യ വൃദ്ധിം. ആപത്ത് തീരാനായിട്ട് എന്താ ചെയ്യുക? കർക്കിടക സാധാരണ എല്ലായിടത്തും എന്താ ചെയ്യുക? ദേവീ നിഷേക, ഗണനാഥ ഹോമ, ഭഗവത് സേവ, ഗണപതി ഹോമം. നമ്മുടെ കേരളീയ തറവാടുകളെല്ലാം പാരമ്പര്യമായിട്ട് കാലാകാലങ്ങളായിട്ട് അനുഷ്ഠിച്ചു വരുന്നതാണ്. പ്രത്യേകിച്ചും കർക്കിടകത്തിലാണ് അതിന് സൗകര്യം എന്നുള്ളതുകൊണ്ട് കർക്കിടക മാസത്തിലാണ് ചെയ്യുക ഗണപതി ഹോമം, ഭഗവത് സേവ. പഴയ തറവാടുകളിലൊക്കെ ചെയ്യും. ഇന്നിപ്പോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുവദിക്കാത്തതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു മാത്രം. മറ്റേ തറവാട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യുക. ദേവിക്ക് ഒരു പൂജ ചെയ്യുക, ഗണപതിക്ക് ഒരു ഹോമം കൊടുക്കുക എന്നുള്ളതൊക്കെ എല്ലാ എല്ലാ മാസവും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാ മാസവും ചെയ്തില്ലെങ്കിൽ കർക്കിടകത്തിൽ നിർബന്ധമായിട്ടും ചെയ്യും. തൃകാല പൂജയായിട്ട് നമ്മുടെ ആസ്തി അനുസരിച്ച്, നമ്മുടെ ഭക്തി അനുസരിച്ചും, നമ്മുടെ കേരള ദേവി അനുസരിച്ചൊക്കെ വലുതാക്കാം ചെറുതാക്കാം. വലുതായാലും ചെറുതായാലും അത് ചെയ്യാന്നുള്ളത് ഒരു മിനിമം ഡിമാൻഡാണ്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാ? ആപന്നിവൃത്തിയും. കർക്കിടക മാസത്തില ഈ അസുഖം നിങ്ങൾ ചുറ്റും നോക്കിക്കോളും. മിക്കവാറും എല്ലായിടത്തും അസുഖങ്ങളാണ് കേൾക്കുന്നത്. സുഖമില്ലായ്മ, വയ്യായിക, പനി, ജലദോഷം, അങ്ങനെ കുറെ വ്യാധികൾ.
പകർച്ചവ്യാധികൾ ധാരാളമായിട്ട് പടരുന്ന കാലാണ്. അപ്പൊ അതിനെയൊക്കെ ചെറുക്കാൻ, ആ രോഗമുക്തി ഉണ്ടാവാൻ വളരെ നല്ലതാണ് ഗണപതി ഹോമം, ഭഗവതി സേവ. താല്പര്യമുള്ളവർ കേട്ടാൽ മതി. താല്പര്യമില്ലാത്തവർ എന്റെ ബക്കറ്റ് കയറാൻ വരരുത്. ഗണപതി ഹോമം കഴിച്ച് അസുഖമാകത്തൊക്കെ പറഞ്ഞ് എന്റെ ബക്കറ്റ് കയറാൻ വരരുത്. എന്റെ അനുഭവത്തിൽ തീർച്ചയായിട്ടും സാധിക്കും. ഞാനിപ്പോ ഒരു മാസമായില്ല, ഞാൻ ആ ഈശ്വരാധീനം കൊണ്ട് ആ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ശരിക്കും അന്വേഷിച്ചറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്തുമാത്രം ആ ഒരു അവസ്ഥയിൽ ശ്വാസം, ബോഡി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നിറച്ച് ശ്വാസം പോലെ നിറച്ച അവസ്ഥയിൽ നിന്ന് ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് ദൈവാധീനം തന്നെയാണ്. ആപത്തുകളെ തരണം ചെയ്യാറുള്ളതും തിരിച്ചെത്തുക എന്നല്ല. അംഗഭംഗങ്ങളൊന്നും ഇല്ലാതെ, പാരാലൈസിസ് ഇല്ലാതെ, മെമ്മറി ലോസ് ഇല്ലാതെ ഒക്കെ എത്തുക എന്നുള്ള ഒരു അത്ഭുതം തന്നെയാണ്, മിറാക്കിൾ തന്നെയാണ് സർവ. അപ്പൊ അത് ദേവി തീർച്ചയായിട്ടും അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഒരു പരിക്കും, വലിയ കാര്യമായിട്ടുള്ള ഒരു പരിക്കും, ക്ഷീണമൊക്കെ ഉണ്ടാവും, സാധാരണ എല്ലാവർക്കും ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ഇപ്പുറത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്, ദൈവാധീനം തന്നെയാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. എനിക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കോയിൻസിഡൻസിനോ വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. എങ്കിലും അങ്ങനെയല്ല. നിങ്ങൾ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയാലേ അറിയൂ. അത്ര ദേവിയുടെ അനുഗ്രഹം അനുഭവിക്കുന്ന ആളാണ് ഞാൻ അനുഭവിക്കുകയാണ്, വെറുതെ പ്രസംഗിക്കുകയല്ല. ഞാൻ പറയണതിൽ 90% എന്റെ അനുഭവങ്ങളും കൂടി ചേർത്തിട്ടാണ്, എന്റെ കാഴ്ചപ്പാടുള്ള അനുഭവങ്ങളും കൂടി ചേർത്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാം. അതിൽ കളങ്കമൊന്നുമില്ല. ദേവി എല്ലാ ആപത്തുകളെയും നിവാരണം ചെയ്യാൻ സഹായിക്കുന്നവളാണ്, അനുഗ്രഹിക്കുന്നവളാണ്. സർവ ആപത്തി നിവാരണി. പ്രകൃതി അങ്ങനെ തന്നെയാണ് അല്ലെ. നമുക്ക് ആപത്തുകൾ ഉണ്ടായാൽ ആപത്തുകളെ തരണം ചെയ്യാനുള്ള അതിനുള്ള പോംവഴിയും പ്രകൃതി തന്നെ നമുക്ക് നൽകും. പക്ഷേ ആ ആപത്തുകളുടെ സൂചനകൾ നമ്മൾ തിരിച്ചറിയാതെ പോകും പലപ്പോഴും. പ്രകൃതി തന്നെ നമുക്ക് സൂചനകൾ തരും. മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ നിരീക്ഷിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും വരാൻ പോകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെയും അല്ലെങ്കിൽ വരാൻ പോകുന്ന ആ പ്രകൃതിക്ഷോഭത്തിന്റെയൊക്കെ ഒരു അറിവ് കിട്ടാൻ വേണ്ട പോലെ നിരീക്ഷിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. സൂചനകൾ ഉണ്ടാകും. എന്തായാലും പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊന്നുമല്ല, ധാരാളം സൂചനകൾ തരും. ആ സൂചനകൾ മനസ്സിലാക്കാതെ മണ്ടന്മാരായിട്ടിരിക്കുന്നവര് തീർച്ചയായിട്ടും അനുഭവിക്കും. അപ്പൊ എല്ലാ ആപത്തുകളെയും ശരണന്തോം പ്രബദ്ധ്യന്തേ ഏ ദേവി പരമേശ്വരി ന ത്വേഷാം അപരക്കശിൽ ജയന്തേ ഭാവി സങ്കടേ. ദേവിയെ ശരണം പ്രാപിക്കുന്നവർക്ക്, പ്രകൃതിയെ ശരണം പ്രാപിക്കുന്നവർക്ക്, ലതാപരമേശ്വരിയെ ശരണം പ്രാപിക്കുന്നവർക്ക് ആപത്തൊന്നും ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല. വേണ്ട രീതിയിലായിരിക്കണം. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു നിഷ്ഠയും ഒരു ഭക്തിയും ഒക്കെ ഉണ്ട്. അത് വേണ്ട പോലെ ഉൾക്കൊണ്ട് ദേവിയെ ശരണം പ്രാപിച്ചാൽ ദേവി ഒരു ആപത്തും ഇല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കും. സർവ ആപത്തി നിവാരണിയാണ് ദേവി. സ്വസ്ഥയാണ്. 914 ദേവി സ്വസ്ഥയാണ്. അവനവനിൽ തന്നെ സ്ഥിതി ചെയ്യുക. സ്വസ്ഥ, സ്വസ്ഥായി. മറ്റു ബാധ്യതകളൊക്കെ തീർന്ന് ഞാനിപ്പോഴേ സ്വസ്ഥമായി. ഇനി എൻ്റെ ആ എന്നിൽ തന്നെ എനിക്ക് കുറച്ചു നേരം ചെലവഴിക്കാം. മക്കളൊക്കെ കെട്ടിച്ചു വിട്ടു, എല്ലാം സ്വസ്ഥായി അല്ലേ. എന്താ സ്വസ്ഥം? അവനവന്റെ കാര്യങ്ങൾ, എന്റെ ആത്മാന്വേഷണത്തിനുള്ള സമയമായി, എന്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള സമയമായി, എന്നെ തിരിച്ചറിയാനുള്ള സമയമായി. അതാണ് സ്വസ്ഥം. എന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് എന്നെ തിരിച്ചറിയാം. സ്വസ്ഥം ആയിട്ടുള്ളത് ഒന്നുമില്ല. സ്വസ്ഥായി എന്ന് പറഞ്ഞാൽ വലിയ തിരക്കൊക്കെ ഒഴിഞ്ഞു ഒന്ന് ഫ്രീ ആയി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സ്വസ്ഥം ചെയ്യുന്നത്. അല്ല, ഫ്രീ അല്ല, സ്വസ്ഥമാണ്. ഞാൻ എന്നിലേക്ക് തന്നെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് സ്വസ്ഥ. അങ്ങനെ സ്വസ്ഥാവാറുണ്ടോ? എവിടെ? 5 മിനിറ്റ് കിട്ടുമ്പോ, ഇപ്പൊ നേരത്തെ ഉള്ള ചർച്ചയ്ക്ക് മറുപടിയായിട്ട് രാവിലെ പണിക്ക് പോകണം, ആ പണിക്ക് പോയിട്ട് വൈകിട്ട് ആ കിട്ടുന്ന കൂലി കൊണ്ട് ഭക്ഷണം മേടിക്കുക എന്നുള്ളത് എവിടെയാ ദൈവത്തെ അന്വേഷിക്കാൻ സമയം എന്നാ ചോദിച്ചു. ഈ രാവിലെ പണിക്ക് പോകുന്നതും വൈകിട്ട് തിരിച്ച് ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ്. ഋഷിമാരൊക്കെ ഒരു പണിയെടുക്കാതെ ആശ്രമത്തിലിരിക്കുന്ന ഈ പറഞ്ഞ മഹാന്റെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും എല്ലാവരും കടല് വിറക് ശേഖരിക്കാനും ശിഷ്യന്മാർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാനും
എല്ലാവരും എൻഗേജ്ഡ് ആണ്. ചുമ്മാ അങ്ങനെ അലസരായിട്ട് ഇരിക്കില്ല. രാവിലെ പണിക്ക് പോകണമെന്ന് പറയുമ്പോൾ അതെന്താ വലിയ ഗംഭീരമായിട്ട് ദേഹാധ്വാനം ചെയ്യുന്നത് അല്ല. അധ്വാനം മാനസികമായാലും ശാരീരികമായാലും ഇങ്ങനെയായാലും അധ്വാനം തന്നെയാണ്. എല്ലാ അധ്വാനത്തിനും എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമാണ്. ഒന്നും ചെറുതല്ല. കൂലിപ്പണിക്ക് പോകണം എന്ന് പറയുമ്പോൾ എന്തോ വലിയ സഹതാപം അർഹിക്കുന്ന വ്യക്തിയൊന്നുമില്ല. ഏത് പണിക്ക് പോകുന്നതും മാന്യതയാണ്. ഏത് പണിക്ക് പോകുന്നതും അത് നല്ലതാണ്. തീർച്ചയായിട്ടും അധ്വാനമാണ്, ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അത് അവനവന് മാത്രം ജീവിക്കാനാണ്. ആ കിട്ടിയത് കൊണ്ട് കള്ളു കുടിച്ചതെന്നൊക്കെ പറയുമ്പോഴാണ് തെറ്റാവണം. അവനാ കിട്ടിയത് മിക്കവാറും മറ്റു രീതിയിൽ ചെലവാക്കി വളരെ കുറച്ച് മാത്രം കുടുംബത്തേക്ക് കൊടുക്കും. പിന്നെ പുറത്തേക്ക് വെച്ച് അവനവനുള്ള ആ ധർമ്മത്തെ ചെയ്യാൻ അവന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഇത് രാമായണ മാസമാണ്. കഴിഞ്ഞ ചർച്ചയുടെ മറുപടി ആയിട്ട് ഒരാൾ പറഞ്ഞത്, യുദ്ധം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അധ്വാനം ഒരിക്കലും മോശമല്ല. അധ്വാനിക്കുന്നവനും തിരിച്ച് ആത്മാന്വേഷണത്തിന് സമയമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും സമയമുണ്ട്. ഇല്ല എന്നൊക്കെ തോന്നുക. ഈ പണിയെടുക്കുന്ന സമയം, പണി നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയം, വീട്ടിലെത്തിയുള്ള സമയം, രാവിലത്തെ സമയം, ഇതൊക്കെ ആത്മാന്വേഷണത്തിന് കുറച്ച് സമയം. എന്തിനാ 5 മണിക്കൂർ 6 മണിക്കൂറൊന്നും ധ്യാനത്തിലിരിക്കേണ്ട കാര്യമില്ല. സ്വന്തം അവസ്ഥ തിരിച്ചറിയാൻ, സ്വന്തം മനസ്സിനെ തിരിച്ചറിയാൻ കുറച്ച് ധ്യാനം അവനവനാവുന്നത് പോലെ ചെയ്യാം. തപസ് ചെയ്താലാണ്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഈ ഫിലോസഫി പഠിച്ചാലാണ്, സ്പിരിച്വാലിറ്റി പഠിച്ചാലാണ് ആത്മാന്വേഷണം. ഒന്നുമില്ല. കണ്ണടച്ച് സ്വന്തം കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു ദിവസം രാവിലെ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക, വൈകിട്ട് എന്ത് ചെയ്തു എന്ന് ആലോചിക്കുക, അത് കുറച്ചും കൂടി ഭംഗിയായിട്ട് എങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ആലോചിക്കുക. ഇതൊക്കെ ആത്മാന്വേഷണത്തിന്റെ ഭാഗം തന്നെയാണ്. ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തു, എനിക്ക് ഇതിലും ഭംഗിയായിട്ട് അത് ചെയ്യാനാവുമായിരുന്നു എന്ന് ചിന്തിക്കാം. രാവിലെ ഇനി എന്തൊക്കെ വൃത്തിയായിട്ട് എങ്ങനെയൊക്കെ ഭംഗിയായിട്ട് ചെയ്യാം എന്ന് ആലോചിക്കാം. ഒരു പ്ലാനിങ് ഒരു ദിവസത്തേക്ക് മതി. 10 കൊല്ലത്തേക്ക് ഒന്നും പ്ലാൻ ചെയ്യാം. ഇന്നത്തെ കാര്യം പ്ലാൻ ചെയ്യാം. ഇതൊക്കെ അവനവനെ തിരിച്ചറിയാം. എന്നും അത് ചെയ്യുമ്പോൾ കുറേശ്ശെ ആയിട്ട് നമ്മളുടെ കഴിവ് നമുക്ക് മനസ്സിലാവും. ഞാൻ ആരാണെന്ന് മനസ്സിലാവും. എന്തൊക്കെ പറ്റുമെന്ന് മനസ്സിലാവും. പണിയെടുക്കണമെന്ന് എങ്ങനെയാണ് ആത്മാന്വേഷണത്തിന് സമയം? പണിയെടുക്കണം. ആരും പണിയെടുക്കാത്തവരാണ്. ആരും അധ്വാനിക്കാണ്ടിരിക്കാന്ന് വിചാരിച്ചു. അതൊക്കെ നിങ്ങളെ പോലുള്ളവർ. ഞാൻ വെറുതെ മറ്റുള്ളവരെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കാൻ ഒരു ധാരണ ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ എന്നെ ന്യായീകരിക്കാനും എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നൊന്നും പറയാം. പക്ഷെ ആരും പണിയെടുക്കാതെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. എനിക്ക് പറഞ്ഞ പണി പൂജകളും മറ്റു കാര്യങ്ങളുമാണ്. അതൊക്കെ ഞാൻ ചെയ്യാൻ അത്യാവശ്യം പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ പണികളാണെന്ന് മാത്രം. അതിൽ പണിയാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. ഇപ്പൊ സ്വസ്ഥയാണ് ദേവി. സ്വസ്ഥയാണ്. അവനവനിൽ തന്നെ. വേറൊന്നും പ്രകൃതിക്ക് സ്ഥിതി ചെയ്യാനില്ല. പ്രകൃതിയിൽ തന്നെ സ്ഥിതി ചെയ്യാനേ പറ്റുള്ളൂ. മറ്റൊന്നിനും ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള വലിപ്പം മറ്റൊന്നിനുമില്ല. പ്രകൃതിയെ, വിശാലമായ പ്രപഞ്ചത്തെ വേറെന്തിനും ഉൾക്കൊള്ളാൻ പറ്റും? ഒരു പാത്രത്തിലെ വെള്ളം വേറെ പാത്രത്തിൽ ഒഴിക്കാം. അതിന് വലിയ പാത്രത്തിൽ ഒഴിക്കാം. ചെറിയ പാത്രത്തിൽ ഒഴിച്ചാൽ കുറച്ച് ബാക്കി വരും. എന്നാൽ ഈ പാത്രത്തിൻ്റെ തീർച്ചയായും. പക്ഷെ പ്രപഞ്ചം അങ്ങനെയാണ്. അതിന് വേറെ എന്തെങ്കിലും ഒരു സ്പേസിലേക്ക് ഒഴിക്കാനില്ല. കാരണം സ്പേസ് മൊത്തം ഫില്ല് ചെയ്യുന്നതാണ് പ്രപഞ്ചം. നമ്മളെ ഭാവനയ്ക്കൊക്കെ അതീതമായിട്ട് നിറഞ്ഞ് വ്യാപിച്ചു നിൽക്കുന്നതാണ് പ്രപഞ്ചം. അതിന് അതിൽ തന്നെ സ്ഥിതി ചെയ്യാൻ സാധിക്കുള്ളൂ. മറ്റൊന്നിലേക്ക് സ്ഥിതി ചെയ്യാൻ സാധിക്കില്ല. സ്വഭാവമധുര. സ്വഭാവം. എന്റെ സ്വഭാവം മഹാമോശമാണ്. എന്റെ സ്വഭാവമാണ്. എന്റെ സ്ഥായിയായ ഭാവമാണ്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ എന്റെ സ്വഭാവം വളരെ മോശമാണ്. അപ്പൊ എന്താ? എന്റെ സ്ഥായിയായ ഭാവം വളരെ മോശമാണ്. ഇപ്പൊ കണ്ണും മുഖം മൂടിയാണ്. സ്ഥിരം കേൾക്കുന്ന ഡയലോഗാ. നിങ്ങൾക്ക് എന്റെ സ്വഭാവം മനസ്സിലാവാൻ. അപ്പൊ ഈ മുഖം മൂടി മാറ്റിയാൽ കാണാൻ പോകുന്നത് നിങ്ങൾക്കറിയാം സ്ഥായിയായ ഭാവം എന്നാണ് സ്വഭാവം എന്ന് പറയുന്നത്. സ്വഭാവമാണ് എന്റെ ശരിക്കുള്ള ഭാവം. ക്ഷേത്രത്തിൽ കണ്ടില്ലേ വിഗ്രഹത്തിന്റെ മന്ദസ്മിത? അതാണ് അതിന്റെ സ്വഭാവം. ഗുണാത്മകമാണ്. ഓരോ ഗുണങ്ങളാണ് അതിൽ കാണുന്നത്. ഇപ്പൊ ഗുണാത്മകമായിട്ടുള്ള സന്തോഷം, രൂപാത്മകമായിട്ടുള്ള വിഗ്രഹങ്ങളെ കാണാതെ നമ്മൾ ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല. ഇപ്പൊ എന്തായാലും സ്വഭാവം
നല്ലതായാലും ചീത്തയായാലും അത് സ്വഭാവമാണ്. ദേവിയുടെ സ്വഭാവം മധുരാണ്. സ്വഭാവം മധുരാണ്. അമ്മയുടെ പോലെ. മക്കളേന്ന് ആ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി വിളിക്കുമ്പോ തന്നെ നമ്മളങ്ങ് അലിഞ്ഞു പോകും. ദേഷ്യമൊക്കെ മാറി. ചിലപ്പോ ചൂലെടുത്ത് നിൽക്കുന്ന അമ്മയായിരിക്കില്ലേ. ഒരു വിളി വിളിച്ചാൽ മതി, മോനെ വിളിച്ചാൽ മതി, വേറൊന്നും പറയാനില്ല. മധുരമായിട്ടുള്ള സ്വഭാവം. പ്രകൃതി എങ്ങനെയാണല്ലേ നമ്മളുടെയൊക്കെ ഉപജീവനത്തിന്, നമ്മളുടെയൊക്കെ ജീവനത്തിന്, നമ്മളുടെയൊക്കെ നിലനിൽപ്പിന്, നമ്മളുടെയൊക്കെ ജനനത്തിനും നിലനിൽപ്പിനും മരണത്തിനും ആധാരമായിട്ടുള്ളത്. മരണശേഷം തന്നെ അതിനും ആധാരമായിട്ടുള്ളത്. ജനനത്തിന് പൂർവ്വമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും ആധാരമായിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജ്യോതിർഗോളങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത്. എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനങ്ങളെ വിന്യസിച്ച് അത് ആ ക്രമത്തിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധ ചെലുത്തുന്നത് എല്ലാം മധുരാണ്. എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യണം. നമ്മൾ ആദ്യം ചോദിക്കും എന്തെങ്കിലും ചെയ്യണം, ഈ കാര്യം ഒന്ന് ചെയ്യണം, എന്ത് കിട്ടും, അല്ലെങ്കിൽ എന്ത് കിട്ടുമെന്ന് ചോദിക്കില്ല, ഇത്രയാവും, ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത്രയാവും. വെറുതെ ചെയ്യാൻ പറ്റില്ല, വെറുതെ ചെയ്ത വില ഉണ്ടാവില്ല എന്ന് പറയും. എത്ര നിസ്സാര കാര്യമാണെങ്കിലും ശരി, ഒരു ഫീസ് വേണം, അല്ലെങ്കിൽ പ്രതിഫലം വേണം. പ്രകൃതിക്ക് എന്ത് പ്രതിഫലം കൊടുക്കണം? നമുക്ക് ഈ പ്രപഞ്ചത്തിന് നമുക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ സാധിക്കും? ഈ പ്രപഞ്ചമായിട്ട് തട്ടിച്ചു കൊടുക്കാൻ ഞാൻ എന്തുണ്ട്? ഇതിലേക്ക് എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും? എന്റെ ജന്മം കൊണ്ട് എന്റെ സഹജീവികൾക്കും എന്റെ ഈ എൻവയൺമെന്റ്, എന്റെ ചുറ്റുമുള്ള ഈ സാഹചര്യങ്ങൾക്കും വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യാം. അല്ലാതെ പ്രപഞ്ചത്തിന് ഞാൻ കുറെ കൊടുക്കാന്ന് വിചാരിച്ച ഒന്നും നടക്കില്ല. ഒന്നുമില്ല, നത്തിങ്, നള്ളാണ്. നമ്മൾ ആ പ്രപഞ്ചമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളൊന്നുമില്ല. അഹങ്കാരം ഞാൻ എന്നൊക്കെ പറഞ്ഞ് നടക്കും. നമ്മളെക്കാൾ വലുത് കാണാത്തതുകൊണ്ടാണ്. വലുത് കണ്ട അസൂയ ഉണ്ടാവും തീർച്ചയായിട്ടും. കുറ്റം പറഞ്ഞ് താത്താൻ നോക്കും. എന്നെക്കാൾ ഒരുപടി മുകളിലുള്ള ഒരാളെ അപമാനിച്ച് എന്റെ ഒപ്പമാക്കാൻ, എന്റെ താഴെയാക്കാൻ നോക്കും. അതാണ് നമ്മുടെ സ്വഭാവം. അങ്ങനെ അയാളങ്ങടെ ആളാവണ്ട. അയാൾക്ക് ഇത്തിരി കൊട്ടു കൊടുക്കണമെന്ന് ഞാൻ കുറെ കാലമായിട്ട് വിചാരിക്കുന്നു. കാരണം എന്താ, അയാൾ എന്നെക്കാളും ഉയർന്ന പടിയിലാണ്. അതെനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. അപ്പൊ ഒരു കൊട്ടു കൊടുത്ത് അയാളെ താഴ്ന്ന പടിയിലേക്ക് ആക്കുക. പക്ഷെ പ്രപഞ്ചമായിട്ടൊക്കെ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ കൊട്ട് നമുക്ക് തന്നെ കിട്ടുള്ളൂ. അല്ല, ഏറ്റുമുട്ടാനുള്ള എങ്ങനെ ഏറ്റുമുട്ടാം? സൂര്യനെ നാളെ അങ്ങോട്ട് നശിപ്പിച്ച് കളയാന്ന് വിചാരിക്കാൻ പറ്റും? എന്നതിനെ പ്രപഞ്ചത്തിനൊന്നും സാധിക്കില്ല. അനേകം നക്ഷത്രങ്ങളൊന്നാണ്. അപ്പൊ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഒന്നുമല്ല, നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റുന്ന ഒന്നുമല്ല. അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെയാണ് കണക്കാക്കി പോയാൽ. അപ്പൊ അതിന് മധുരമായി നമുക്ക് തരാൻ സാധിക്കും. നമ്മുടെ എക്സിസ്റ്റൻസിന് ആധാരമാവാൻ സാധിക്കും. നമുക്ക് വേണ്ട റിസോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. നമ്മളെ നമ്മളാക്കി നിലനിർത്താൻ സാധിക്കും. അത് അതിന്റെ മധുരമാണ്. ആ മധുരം അനുഭവിക്കലാണ് നമ്മുടെ യോഗം. ഏത് സമയം ദുർമുഖം കാണിച്ച്, വിരോധം കാണിച്ച് ആ നടക്കലല്ല നമ്മുടെ ആവശ്യം. ആ മധുരത്തെ അനുഭവിച്ച് ആനന്ദത്തെ അനുഭവിക്കലാണ് നമ്മുടെ ധർമ്മം. ആനന്ദമൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, കൂലിപ്പണി എടുത്താലും ശരി, എന്ത് പണിയെടുത്താലും, എല്ലാ പണിയും, കൂലിപ്പണി എന്നൊക്കെ പറഞ്ഞാൽ മോശമൊന്നും, ഒട്ടും മോശമല്ല. 100% ശരീരാധ്വാനം കൊണ്ട് ചെയ്യുന്ന പണികളാണ്. എല്ലാ പണിയും മഹത്തരാണ്. മറ്റുള്ളവർക്ക് പണിയുന്ന പണിയല്ല. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളെല്ലാം മഹത്താണ്. അതിനൊന്നും ഒരു സംശയമില്ല. പക്ഷെ അവർക്കൊക്കെ മധുരമായിട്ട് പെരുമാറാനും, സ്നേഹത്തോട് പെരുമാറാനും, പരസ്പരം മനസ്സിലാക്കാനും, ഒപ്പം നിൽക്കാനും ഒക്കെ സാധിക്കും. അത് പറ്റില്ല എന്ന് വെറുതെ പറയണം, ഒരു സംശയം. അപ്പൊ ഇനി ആ ഒരു വർത്താനം അങ്ങനെ കൂലിപ്പണിക്കാരെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വാദിക്കാൻ വരട്ടെ. കാരണം എല്ലാ പണിക്കാർക്കും അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് നിർവഹിക്കാൻ, അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, അവരവരുള്ള സേവനങ്ങളുണ്ട് തീർച്ചയായിട്ടും, സംഭാവനകളുണ്ട് തീർച്ചയായിട്ടും. സംഭാവനയല്ല, എന്നെ കൊണ്ടിരിക്കാവുന്ന ചുറ്റുപാടിന് കൊടുക്കുന്നതാണ് എൻ്റെ സംഭാവന. റെസീറ്റ് കൊടുത്ത് മേടിക്കണമല്ല സംഭാവന. അപ്പൊ എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. സഹജീവനം, സഹവർത്തിത്വം.
അത് മനസ്സിലാക്കി ജീവിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ധർമ്മം. സ്വഭാവം പരമാവധി മധുരമാക്കി വെക്കാൻ ഓക്കെ. എന്ത് സ്വഭാവം എന്ന് പറയാം, എന്ത് സ്വഭാവം എന്ന് പറയാം, മധുരമായിട്ട് പെരുമാറാൻ ശീലിക്കുക. നമസ്കാരം. ചർച്ച തുടരും.